Mesmerizing wedding collection. Tejaswini by Chungat Jewelry. India's first wedding photography and videography giveaway for 5 selected couples. 2024 ഒക്ടോബർ 1-നും 2025 മാർച്ച് 31-നും ഇടയിൽ വിവാഹിതരാകുന്നവർക്ക് കംപ്ലീറ്റ് വെഡിംഗ് ഷൂട്ട് ഗിവ് അവേ ആയിട്ട് ലഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: V7 Entertainmentsന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം, അഡ്രസ്, വെഡിംഗ് ഡേറ്റ് ആൻഡ് പ്ലേസ് എന്നീ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക. ഏവർക്കും V7 Entertainmentsന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാവേലി ജ്വല്ലറി, അങ്കമാലി. സംസ്ഥാനത്തെ കർഷകർക്ക് സാങ്കേതിക മികവോടെ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നു. കൃഷി വകുപ്പിൽ നിന്നുള്ള സഹായങ്ങളും കാർഷിക സേവനങ്ങളും ഈ കാർഡ് ഉപയോഗിച്ച കർഷകർക്ക് നേടിയെടുക്കാനാകും. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം അങ്കമാലി CSA ഹാളിൽ നടന്നു. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലഭിച്ച ശേഷം ആപ്പിൽ പ്രവേശിക്കുകയും തുടർന്ന് ആപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇപ്പം വെള്ളം ഒഴിക്കുന്ന ഈ തൈ അങ്കമാലി ബ്ലോക്ക് കൃഷിക്കാരൻ എന്ന നിലയിൽ അവരെ അംഗീകരിക്കുന്ന ഒന്നുകൂടിയായിത്തീരുന്നു ഈ കാർഡ് എന്ന് വരുമ്പോൾ അതിനൊരു പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. ഞാനൊരു കർഷകനാണ്. അഭിമാനത്തോടുകൂടി ആ കർഷകനെടുത്തുയർത്തി കാണിക്കാൻ കഴിയുന്ന തൻ്റെ ഒരു തിരിച്ചറിയൽ കാർഡ് അവിടെ ആ കർഷകന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി നിൽക്കുന്ന ഒന്നായിരിക്കും. അതിൽ കൃത്യമായ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഏത് കർഷകനാണ്, അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിൽ തന്നെയും കൃത്യം നമുക്ക് അറിയാൻ കഴിയുകയാണ്. ഒരു പ്രയാസം ഉണ്ടാകുന്നു, ഒരു ദുരന്തം ഉണ്ടാകുന്നു, ദുരിതങ്ങൾ ഉണ്ടാകുന്നു. ആ ദുരന്തങ്ങളിൽ കാർഷിക മേഖല പ്രശ്നങ്ങൾ, ആ മേഖലയിലെ കർഷകർ ആരെല്ലാമാണ് കൃത്യം നമ്മുടെ കയ്യിൽ അതിൻ്റെ രേഖകളെല്ലാം ഉണ്ടാവുകയാണ്. അപ്പോൾ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ വേഗത്തിൽ അതൊക്കെ നടപ്പിലാക്കാൻ നമുക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടും. ആ മൊബൈൽ ഫോണിൽ ഒരു മൊബൈൽ ആപ്പിലൂടെ ഈ കാര്യങ്ങൾ കിട്ടുമോ, അത് ലഭ്യമാക്കാൻ പറ്റണം. അങ്ങനെയാണ് ഖദർ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കൃഷി വകുപ്പ് ഒരു മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു കൃഷിയിടത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ആ മൊബൈൽ ആപ്പ് വർക്ക് ചെയ്താൽ ആ ഭൂമിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായ ഭൂമിയുടെ അളവായി, കൃഷിയുടെ കാര്യങ്ങളായി, ഏത് കൃഷി ചെയ്യുന്നുവെന്നായി ഇതെല്ലാം രേഖപ്പെടുത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ തിരിച്ചറിയൽ കാർഡിലൂടെ ഘട്ടം ഘട്ടമായി കർഷകർക്ക് ലഭ്യമാകും. കൃഷിഭവന്റെ സേവനങ്ങൾ സ്മാർട്ട് ആക്കുന്നതിന്റെ ആദ്യപടിയായിട്ടാണ് ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം നടത്തുന്നത്. ചടങ്ങിൽ റോജിയം ജോൺ MLA അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. 2 ആഴ്ച മഴ പെയ്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വെള്ളം കയറാം. ഒരാഴ്ച മഴ പെയ്യാതിരുന്നാൽ അതിശക്തമായ ചൂടും. ഇത്തരത്തിൽ ഒരു കൃഷി കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഉൽപ്പാദന ചെലവിലുണ്ടാകുന്ന വർധനവ്, കൂലിയിലുണ്ടാകുന്ന വർധനവ്, അതുപോലെ തന്നെ ഉൽപ്പന്നത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വില ലഭിക്കാതെ വരുമ്പോഴുള്ള പ്രയാസങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി അഡീഷണൽ ഡയറക്ടർ ബിൻസി എബ്രാഹിം പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ അധ്യക്ഷൻ മാത്യു തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, മുൻ MLA PJ ജോയി തുടങ്ങിയവർ സംസാരിച്ചു.